നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മേനേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിലും യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, യു കെയിലെ മലയാളി സമൂഹത്തിന്റെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ യു കെയിൽ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ന്യൂസ് പേപ്പറുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു മരണവാർത്തയെങ്കിലും യു കെയിൽ നിന്ന് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ വളരെ കുറഞ്ഞ പ്രായത്തിലുള്ളവരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേംബ്രിഡ്ജിലും ഒരു നേഴ്സ് മരണപ്പെട്ടിരുന്നു. നേഴ്സ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് റെഡിയായിരിക്കുകയായിരുന്നു. ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി വീട് വാടകയ്ക്ക് എടുത്തു, പുതിയ വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു 1-2 ദിവസമായിട്ട്. നാട്ടിലോട്ട് പോയി ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ പെട്ടെന്നുണ്ടായ എന്തോ അസുഖം മൂലമാണ് മരിച്ചത്. നമുക്കത് അറിയാൻ സാധിച്ചിട്ടില്ല, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളും. ഇന്ന് വീഡിയോ ചെയ്യുന്നതിന് പിന്നിൽ 2 കാരണങ്ങളാണ്. എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വന്ന 2 ഇൻസിഡൻസ് ആണ് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ ഒന്നാമത്തത്, ഈ കഴിഞ്ഞ ആഴ്ച എന്റെ ബ്രദറും ഫാമിലിയും ഇവിടെയുണ്ട്. ഭൂപ്പയിലാണ് ബ്രദർ വർക്ക് ചെയ്യുന്നത്. ബ്രദറിന്റെ വൈഫ് ഇപ്പൊ കല്യാണം കഴിഞ്ഞതാണ്. കഴിഞ്ഞ ഒക്ടോബറിലാണ് വൈഫ് യു കെയിലേക്ക് എത്തിയത്. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം വൈകിട്ട് 4 മണിയായപ്പോഴത്തേക്ക് എന്റെ മോൾ ഒരു ഫോണുമായിട്ട് ഓടി വരുന്നത്. പപ്പ അതാണ് ചേച്ചി വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തപ്പോൾ കരയുകയാണ്. ചേട്ടാ, ഞാനിപ്പം മരിച്ചു പോകും, എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല, എനിക്ക് ബ്രീത്ത് ചെയ്യാൻ ഒക്കുന്നില്ല, ഞാനിപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഞാൻ അന്നേരം ചോദിച്ചു, മോൾ 999 വിളി, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, 999 വിളിക്ക്, പെട്ടെന്ന് 999 വിളിക്ക്. കാരണം ഈ കുട്ടി താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്തല്ല, കുറച്ചൊരു 2 മൈൽ ദൂരെയാണ് താമസിക്കുന്നത്. എനിക്ക് 999 വിളിച്ചാൽ എനിക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അന്നേരം അത് എൻ്റെ ഒരു പോരായ്മയാണ്. കാരണം നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു, മോൾ ഒന്ന് 999 വിളിക്കും, മോളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും, മോളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കണം, ലൊക്കേഷനും എല്ലാം പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി 999 വിളിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ഞാനും മക്കളോട് ചെന്നു. സജി ഇവിടെ ഇല്ലായിരുന്നു, സജി ഡ്യൂട്ടിയിലായിരുന്നു. അന്നേരം ഈ കുട്ടി ആദ്യം സജിയാണ് വിളിച്ചത്. സജി നേഴ്സ് ആയതുകൊണ്ട് സജിയാണ് ആദ്യം വിളിച്ചത്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞ് സജിയെ കിട്ടാഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനെയും ജോലിക്കായിരുന്നു. ഹസ്ബൻഡിനെയും കിട്ടാതിരുന്നപ്പോഴാണ് മോളെ വിളിച്ചത്. എന്നെ വിളിച്ച് എന്നെയും കിട്ടിയില്ല. അങ്ങനെയാണ് മോളെ വിളിക്കുന്നത്. മോളെ വിളിച്ചാണ് ഞാൻ കാര്യം അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് ഓടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആംബുലൻസ് എത്തി. പിന്നെ ഹണ്ടിങ്ടണിൽ ഞാൻ പറയാം, ഞങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് മിക്കപ്പോഴും വിളിച്ചാൽ വരാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതല്ല സ്ഥിതി. ചില സ്ഥലങ്ങളിൽ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്. പക്ഷേ എമർജൻസി കേസാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വരാറുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എത്തി. അന്നേരം അവിടെ എത്തിയപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, 3-ാം നിലയിൽ. നമ്മൾ അകത്തോട്ട് കയറണമെങ്കിൽ ഒരു കോഡ് വേണം. അന്നേരം ഈ കുട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. എന്തായാലും പെട്ടെന്ന് മോൾക്ക് അറിയാമായിരുന്നു കോഡ്. മോൾ ആ കോഡ് പ്രസ് ചെയ്ത് അകത്ത് കയറി. അകത്ത് ചെന്നപ്പോൾ ഞങ്ങൾ കാണുന്നത് ഈ കുട്ടി താഴെ കിടക്കുകയാണ്. അതിന് ശ്വാസം വിടാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ലാസ്റ്റ് ഫോൺ വിളിച്ചു കഴിഞ്ഞ് ബോധമില്ലാതെ കിടക്കുകയാണ്. അവർ ഫസ്റ്റ് റെസ്പോണ്ടർ ആദ്യം തന്നെ എത്തിയിരുന്നു. 2 പേര് പെട്ടെന്ന് എത്തിയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, അവർ ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കുന്നത്, നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതൊന്നും പേഴ്സണൽ ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവർ തന്നെ എന്തൊക്കെയോ ചെയ്തു. ഉടനെ തന്നെ അവർ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിരുന്നു. അവർ കാറിലായിരുന്നു വന്നത്. അവർ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിച്ച് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കക്ഷി സുഖമായിട്ടിരിക്കുമല്ല, ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അവരുടെ ട്രീറ്റ്മെന്റിലാണ്. അവരെല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട് ആ ദിവസങ്ങളിൽ. രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചത്. ഒരു തമിഴ് ഫാമിലി, ഞങ്ങളുടെ വീടിന്റെ 5 വീടിന്റെ അപ്പുറമാണ് താമസിക്കുന്നത്. രാത്രി 1 മണിയായപ്പോഴത്തെ അല്ലാതെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ആ വീട്ടിലുള്ളത്. ആ കുട്ടി ഞങ്ങളുടെ വീടിന്റെ ഡോറ് വന്ന് തട്ടുകയാണ്. എന്നാൽ ദൈവം അനുഗ്രഹിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു 1 മണിക്ക് രാത്രി. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോഴത്തേക്ക് കക്ഷിക്ക് ബോധമില്ലാതെ കിടക്കുകയാണ്. കക്ഷി ശ്വാസം വിടുന്നില്ല, ഒന്നുമില്ല. കണ്ടാൽ മരിച്ചതുപോലെയാണ് കിടക്കുന്നത്. അന്ന് ഭാഗ്യവശാൽ സജി വീട്ടിലുണ്ടായിരുന്നു. സജി ഓടിച്ചെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് സജി CPR ചെയ്തു. കക്ഷിക്ക് ബോധം വന്നു. ഉടനെ തന്നെ സജി 999 വിളിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ 999 വിളിച്ചു, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അവിടെ മോള് പറഞ്ഞു തന്നു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്. അവർ പെട്ടെന്ന് തന്നെ വന്നു. അന്നേരം പറഞ്ഞു, ഞങ്ങൾ വന്നതുകൊണ്ട് കക്ഷി രക്ഷപ്പെട്ടു. പക്ഷേ കക്ഷിക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു 5-6 മാസം ഹോസ്പിറ്റലിൽ കിടന്ന് കക്ഷി മരണപ്പെട്ടു. 40 വയസ്സ് മാത്രമേ പ്രായമുള്ളായിരുന്നു. അപ്പൊ അന്നും സംഭവിച്ചത്, ഈ 2 കേസിലും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. അത്തരം യു കെയിൽ നിങ്ങൾക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഈവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 999 വിളിക്കുക എന്നുള്ളതാണ്. നമ്മൾ 999 വിളിക്കുക. നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഈവന്റ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ എപ്പോഴും നമ്മുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ആരെയും വിളിക്കാൻ നിൽക്കരുത്. സ്ട്രെയിറ്റ് നമ്മൾ വിളിക്കേണ്ടത് 999 ആണ്. 999 വിളിക്കുക. അന്നേരം 3 ഓപ്ഷൻസ് തരും: ഫയർ സർവീസ്, പോലീസ്, ആംബുലൻസ്. സ്ട്രെയിറ്റ് ആംബുലൻസ് സെലക്ട് ചെയ്യുക. ആംബുലൻസ് സെലക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കും.
നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുക. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കറക്റ്റ് റൂം നമ്പറും എല്ലാം കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ അവസ്ഥ അവർക്ക് മനസ്സിലായിട്ട് അവർ ബ്രീത്തിങ് ട്രബിൾ ഒക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അന്നേരം നിങ്ങൾ UK-യിലുള്ളവർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്ത് ഇവന്റ് ഉണ്ടായാലും, ചെസ്റ്റ് പെയിൻ ഉണ്ടായാലും, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഒക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഫിറ്റ് വന്നാലോ, നമുക്ക് മറ്റ് എന്തായാലും നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ആണ് തോന്നിക്കഴിഞ്ഞാൽ, ആക്സിഡന്റ് ഉണ്ടായാൽ പോലും ആക്സിഡന്റ് പറ്റി നമുക്ക് കാറിൽ ഇറങ്ങാൻ ഒക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 999 വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ല നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് എവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒക്കുന്നത് അവിടെ പാർക്ക് ചെയ്തിട്ട് 999 വിളിക്കുക. വിളിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറയുക. അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ നമ്മളുടെ അവസ്ഥ അനുസരിച്ച് അവർ വരാനുള്ള ശ്രമം. അതിൻ്റെ ഒരു ലിസ്റ്റ് NHSന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ വിളിക്കേണ്ടത് 999, അതല്ല 111 വിളിക്കേണ്ടത് ഏതൊക്കെ അവസരങ്ങളാണെന്നുള്ള രീതിയിൽ വിശദമായ ഒരു നോട്ട്സ് അവരുടെ വെബ്സൈറ്റിൽ തന്നിട്ടുണ്ട്. അന്നേരം നിങ്ങൾ UK-യിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ UK-യിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ GP-യിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ GP-യിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. GP-യിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുകയുള്ളൂ. GP-യിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് എന്ത് ഈവൻ്റ് ഉണ്ടായാലും, നമുക്ക് എന്ത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഈവൻ്റ് ഉണ്ടായാലും നമ്മൾ 999 വിളിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് UK-യിലെ ലൈഫ് നമുക്കറിയാമല്ലോ, ഹസ്ബൻഡും വൈഫും എല്ലാം മാറിയും തിരിഞ്ഞും ഡ്യൂട്ടിക്ക് പോകും നമ്മുടെ ഫാമിലി ലൈഫ് സെറ്റിൽ ആക്കാൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും ഒന്നുകിൽ ഹസ്ബൻഡ് മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ, അല്ലെങ്കിൽ വൈഫ് മാത്രമേ കാണുകയുള്ളൂ. കാരണം നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഒരു 2-3 ഫാമിലി ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. കാരണം എന്തെങ്കിലും ആവശ്യം വന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് വേണ്ടി 999 വിളിക്കേണ്ടി വന്നാൽ അവർ ഈ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും നമുക്കറിയാമല്ലോ, നമ്മൾ ചിലപ്പം കുട്ടികളും ഹസ്ബൻഡും മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈഫിനെ വിളിക്കുന്നതിനെ കാട്ടി അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിളിക്കാൻ നിൽക്കുന്നതിനെ കാട്ടി എത്രയും പെട്ടെന്ന് നമ്മൾ 999 വിളിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അന്നേരം ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 999 നമുക്ക് സർവീസ് തരാൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ചില സ്ഥലങ്ങളിൽ അതിന് കുറച്ച് താമസമുണ്ട്, പക്ഷേ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ വന്നിരിക്കും. അന്നേരം നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 999 വിളിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ. അതുപോലെ തന്നെ GP-യിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യവും ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. നമ്മുടെ UK-യിലെ ലൈഫ് സ്റ്റൈല്, കാരണം നമ്മളുടെ ജോലിയും സമയമൊക്കെ അനുസരിച്ച് നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല, നമുക്ക് എക്സർസൈസ് ഇല്ല, ഇവിടുത്തെ കാലാവസ്ഥ ഡിഫറൻസ്, ഇതെല്ലാം നമ്മളുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളാണ് UK-യിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അന്നേരം അത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതി വെച്ചിരിക്കണം. നമ്മൾ എപ്പോഴും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക. നമ്മൾ GP-യിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ 999 വിളിക്കേണ്ടത്. നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ 999 വിളിക്കേണ്ടതാണ്. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സഡൻ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് വരികയാണെങ്കിൽ വരെ നമുക്ക് 999 വിളിക്കാവുന്നതാണ്. പിന്നെ ബ്രീത്തിങ് ട്രബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിനും വെയിറ്റ് ചെയ്യരുത്, സ്ട്രെയിറ്റ് തന്നെ 999 വിളിക്കേണ്ടതാണ്. ചോക്കിങ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടായാലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഇഞ്ചുറീസ്, ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് 999 വിളിക്കേണ്ടതാണ്. പിന്നെ UK-യിലുള്ള നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ കുറച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. CPR കൊടുക്കുന്നതും ഇതൊക്കെ നമ്മുടെ എംപ്ലോയർ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഫസ്റ്റ് എയ്ഡിനുള്ളത്. അന്നേരം അതിനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് നമുക്ക് പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.